രണ്ടെണ്ണം വരച്ചപ്പോൾ മൂന്നാമത് വരക്കുള്ള ഒരു ആവേശം കൊണ്ട് കൂടിയിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഫുഡ് ഐറ്റംസിൻ്റെ സീരീസ് ആയിട്ട് മാറ്റാമെന്ന്. അങ്ങനെ മൂന്നാമത്തെ ഐറ്റം ഉണ്ടോ ഇന്ന് വരക്കാൻ പോണത്. അപ്പോൾ ഇന്ന് വരക്കണതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഈ സാധനം കഴിച്ചിട്ടും കൂടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്കല്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നന്നായിരുന്നു. ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു മാക്രോൺസ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അല്ല കണ്ടിട്ടുണ്ടോ, ഫോണിൽ കണ്ടിട്ടുണ്ടോ, നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കളർ റോസാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഉണ്ട് കളർ ചെയ്യുന്നത്. പിന്നെ ഇതും വാട്ടർ കളറാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. വാട്ടർ കളർ സീരീസ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ വരച്ചാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വെറുതെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മുകളിലൊക്കെ അങ്ങനെ കളർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒക്കെ കൊടുത്ത് വയ്ക്കുക. പിന്നെ ഈ ഇടയിൽ ആ ഒരു പൾപ്പ് നിൽക്കുന്ന പോലെ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് ഡാർക്ക് കളർ, അതായത് കുറച്ച് കട്ടിയിലെടുത്തിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ മൈൻഡിൽ ടച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടിയിൽ കിട്ടിയിട്ട് നമുക്ക് കേട്ടോ. പിന്നെ ഈ സാധനം ചോക്ലേറ്റ് വെച്ചിട്ട് ചിതുക്കുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ട പിക്ചറിൽ ഒരു ചോക്ലേറ്റിൻ്റെ കളറാണ്. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ എടുത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഡാർക്ക് വൈറ്റ് അല്ല ഡാർക്ക് ലൈറ്റ് ആ ഒരു ഇതിൽ തന്നെ കുറച്ച് ഡാർക്ക് ഫസ്റ്റ് ഫുള്ള് തന്നെ ഡാർക്ക് ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടോ. പിന്നെ രണ്ടാമത്തെ സെറ്റിലാണ് ഞാൻ ഡാർക്കാക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഷാഡോ നിൽക്കണ മാതിരി കുറച്ചിങ്ങനെ ആ ഒരു ബ്രൗൺ എടുത്തിട്ട് വീണ്ടും ഒരു നീളത്തില്ല ഒരു വട്ടത്തിൽ കൊടുക്കുക. ഈ സാധനം വട്ടത്തിലുള്ളതല്ലേ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കിതുപോലെ ബർഗറിൻ്റെ ഒക്കെ ഷേപ്പ് തോന്നുന്നില്ലേ. പക്ഷെ കുഴപ്പമില്ല, റോസ് ബർഗർ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിക്കുന്നു. വിചാരിച്ചാലും ചെയ്യാനൊന്നുമില്ല, അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, എന്നെ കൂടെ ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ ഇട്ടൊരു വീഡിയോയിൽ ഞാൻ കമൻറ്റ് കണ്ടു, ഇത് ചെയ്യേണ്ടാതെ പറയാതിരിക്കാൻ എനിക്ക് അധികാരമല്ലല്ലോ. അയാൾ എന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ പെൻസിലും എൻ്റെ പേപ്പറും എൻ്റെ പെയിൻറ്റും എടുത്ത് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ വരയ്ക്കുന്നു. അതും എൻ്റെ ചാനലിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നു. തളർത്താൻ നോക്കരുത്. ഞാൻ അങ്ങനെ തളരൂല. കാരണം ഞാൻ ഇതൊന്നീന്ന് തുടങ്ങിയതാണ്. ഇത് എവിടെയെങ്കിലൊക്കെ വെച്ച് അവസാനിക്കണ വരെ ഞാനിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല വെച്ചിട്ട് ഞാൻ അങ്ങനെ തളർന്നു പോകുന്നില്ല. അങ്ങനെ തളർന്നവരൊന്നും എവിടെ എത്തിയിട്ടില്ലടോ. നമ്മളെയൊക്കെ കുറ്റം പറയാനും തളർത്താനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മളെയൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും നീ അത് ചെയ്തെന്ന് ഞാൻ വിജയിക്കുമെന്ന് പറയാനും വളരെ ചുരുക്കിയ ആൾക്കാരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ആൾക്കാരെ കിട്ടണമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ല ഇതുപോലെ നമ്മളെ തളർത്താനുള്ള ആൾക്കാരെ നോക്കിയിരിക്കുക വെച്ചാൽ നമ്മളെവിടെ എത്താൻ പോണില്ല കേട്ടോ. ഒരുപക്ഷെ വേണമെങ്കിൽ ഈ തളർത്തുന്ന ആൾക്കാരെ വീട്ടിലെ അവസ്ഥ ആയിരിക്കും അപ്പുറേക്കാരും. അപ്പോൾ അതുപോലെ എല്ലാവരും ആണെന്ന് വിചാരിച്ചിട്ട് എന്താണ് മക്കളെ തളർത്താൻ നിൽക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും ഞാനൊരാളെ നടത്താൻ പോകില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരെന്ത് വേണ്ട, ഞാൻ തളരില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബ്.